വൈക്കത്ത് ഗുരു നിത്യചൈതന്യയതി ജന്മശതാബ്ദി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. ഗുരു നിത്യചൈതന്യയതിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിജ്ഞാന സദസ്സ് വൈക്കം അച്ചിനകം പിഴായിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഹാളിൽ സംഘടിപ്പിച്ചു. തൃപ്പൂണിത്തുറ നാരായണ ഗുരുകുലം കാര്യദർശി രാജൻ സ്വാമിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം അച്ചിനകം സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ ജെയ്സൺ കൊളുത്തുവള്ളി ഉദ്ഘാടനം ചെയ്തു. ഖുർആൻ അകമ്പൊരുൾ വ്യാഖ്യാതാവ് ശ്രീ CH മുസ്തഫ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുകുലം സ്റ്റഡി സർക്കിൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ ശ്രീ MS സുരേഷ്, കോട്ടയം പാക്കിൽ ശ്രീനാരായണ ഗുരു ഹോം സ്റ്റഡി സെൻറ്റർ ഡയറക്ടർ ശ്രീ PK ശിവപ്രസാദ്, ഗുരുധർമ്മ പ്രചരണ സഭ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ അനിരുദ്ധൻ മുട്ടുംപുറം, പിഴായിൽ അവനി സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ശ്രീ മോഹൻദാസ് വെച്ചൂർ, ശ്രീ പ്രഭാകരൻ തോട്ടകം എന്നിവർ സംസാരിച്ചു. ഈ വിജ്ഞാന സദസ്സിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നിമ്പമൻ പകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കരുവാമിതേദിനം അരുളൻപനുകമ്പമൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുക ഈ നവാക്ഷരീ. ഗുരു നിത്യചൈതന്യയതി നമുക്കറിയാം, സന്യാസിമാർക്ക് തന്നെ ഒരു മാതൃകയായിട്ടുള്ള വ്യക്തിത്വമാണ്. അത്തരമൊരു ഗുരുവിൻ്റെ ജീവിതത്തെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഏകലോക ദർശനത്തിൽ അടിസ്ഥാനമായിട്ടുള്ള, ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനും ലോകത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ചിന്താധാര എന്ന് പറയുന്നത് ഏകലോക ദർശനമാണ്. കാരണം ഇന്ന് ജനങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ ഭിന്നിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ ദർശനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം ഗുരു ഏവരെയും ഒന്നിച്ച് നിർത്തുന്ന ഒരു ദർശനമാണ് ലോകത്തിന് കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാ ഗുരുക്കന്മാരുടെയും ജീവിതം ഒരു മാലയിൽ കോർത്തിട്ട മണി പോലെ ഒരു തുടർച്ചയായി വരുന്നതാണ് ഭാരതീയ ദർശനം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഗുരു പരമ്പരയിലെ അവിടെ ഒരു വ്യക്തി എന്നുള്ളതല്ല ഗുരുവിൻ്റെ സ്ഥാനത്തുള്ളത്, ഗുരുത്വമാണ്. ഓരോ വ്യക്തികളെയോ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ലാതെ ആ സത്യദർശനം ലഭിച്ചിട്ടുള്ള എല്ലാവരെയും ആ ഗുരു പരമ്പരയിൽപ്പെടുത്തിയാണ് നാരായണ ഗുരുകുലം കാണുന്നത്. അതിലൊരു വിവേചനവും എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ മതദർശനങ്ങളെയും എല്ലാ മത ആചാര്യന്മാരെയും ആ ഗുരു പരമ്പരയിൽപ്പെടുത്തി തന്നെയാണ് നാരായണ ഗുരുകുലം കാണുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുരു പരമ്പരയിലെ ആധുനിക ശാസ്ത്രയുഗത്തിൽ ജീവിച്ച ഒരു മഹാഗുരുവായിരുന്നു നാരായണ ഗുരു. ആ നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ പാശ്ചാത്യ ലോകത്തും മറ്റുള്ളിടത്തുമൊക്കെ അതിൻ്റെ തനിമയിൽ, അതിൻ്റെ ദർശന തനിമ നഷ്ടപ്പെട്ടു പോകാതെ അവതരിപ്പിക്കുകയാണ് ശിഷ്യനായ നടരാജ ഗുരുവും നിത്യചൈതന്യ ഗുരുവും ഇപ്പോഴത്തെ ഗുരുവായ ബിനി നാരായണ പ്രസാദ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാരായണ ഗുരു ഏത് മനസ്സിലാണ് പ്രവർത്തിക്കുക എന്ന് ചോദിച്ചാൽ അന്വേഷിയുടെ മനസ്സിൽ മാത്രമേ നാരായണ ഗുരു പ്രവർത്തിക്കുള്ളൂ. നാരായണ ഗുരുവിനെ അറിയണമെങ്കിൽ, മുഹമ്മദിനെ അറിയണമെങ്കിൽ, യേശുവിനെ അറിയണമെങ്കിൽ ആ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഉള്ളിൽ ഒരു അന്വേഷണം വേണം. അവരുടെ ഉള്ളിൽ അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിൽ നാം ഒന്നും ആഗ്രഹിക്കാതെ എന്നാ പിന്നെ നാരായണ ഗുരു ഇങ്ങോട്ട് വരട്ടെ, ഇല്ല. നാരായണ ഗുരു വരണമെങ്കിൽ കവാടം തുറന്നിടണം, നമ്മുടെ മനസ്സിന്റെ കവാടം തുറന്നിടണം. അവിടേക്കാണ് ഗുരു വരുന്നത്, അവിടേക്കാണ് ഗുരുക്കന്മാർ വരുന്നത്. നമുക്ക് പ്രാപ്യമായ അകലത്തിൽ അവരെല്ലാം ഉണ്ട്. നിത്യഗുരു ഉണ്ട്, നടരാജഗുരു ഉണ്ട്, നാരായണ ഗുരു ഉണ്ട്, ശങ്കരനുണ്ട്, മുഹമ്മദുണ്ട്, യേശുവുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് പ്രാപ്യമായ അകലത്തിലുണ്ട്. എന്തുകൊണ്ട് സാധിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ നാം അവരെ സ്പർശിക്കാൻ, ആലിംഗനം ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നേ ഉള്ളൂ. മുഹമ്മദ് നബിയുടെ ഒരു വചനമുണ്ട്. ദൈവം പറയുന്നു, എന്നിലേക്ക് ആരെങ്കിലും നടന്നു വന്നാൽ ഞാൻ അവന്റെ അരികിലേക്ക് ഓടിച്ചെല്ലും.
എന്നിലേക്ക് ഒരു മുഴം വന്നാൽ ഞാൻ അവനിലേക്ക് ഒരു മാറെടുക്കും. എന്നെ ഒന്ന് നോക്കിയാൽ ഞാൻ അവനെ വാരിപ്പുണരും. നോക്കാൻ സന്നദ്ധത വേണം. ഗുരുക്കന്മാരിലേക്ക് ആകാംക്ഷയോടെ, ജിജ്ഞാസയോടെ, ഉത്സുകതയോടെ നോക്കാനുള്ള ഒരു കണ്ണ് വേണം. അപ്പോൾ ഗുരുക്കന്മാർ വന്ന് നമ്മെ വാരിപ്പുണരും. അങ്ങനെയാണല്ലോ വന്നത്. എന്തിനാണ് മുൾക്കിരീടം ചുമക്കാൻ മരുഭൂമിയിലെ ആനന്ദഗന്ധിക്ക് ശേഷം യേശു ഇറങ്ങി വന്നത്? യേശുവിനറിയാം താൻ പോകുന്നത് കുരിശിലേക്കാണെന്ന്, മുൾക്കിരീടത്തിലേക്കാണെന്ന്, അപഹാസ്യത്തിലേക്കാണെന്ന്, പരിഹാസത്തിലേക്കാണെന്ന്, കല്ലേറിലേക്കാണെന്ന് യേശുവിനറിയാം. ആത്മസാക്ഷാത്കാരത്തിന്റെ നിറവിലാണ് വരുന്നത്. എന്തിനു വന്നു? മുഹമ്മദ് എന്തിന് ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്നു? 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഈ ആത്മസാക്ഷാത്കാരത്തിന്റെ ആനന്ദത്തിന്റെ നിറവിൽ നിന്ന് എന്തിനാണ് കല്ലേറിലേക്ക് മുഹമ്മദ് ഇറങ്ങി വന്നത്? സ്പഷ്ടം നിലാവങ്ങു നീങ്ങി, ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു, അല്ലേ? നാരായണ ദർശനങ്ങളെ പകർന്നു കൊടുക്കാനായിട്ട് ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയായിട്ട് ഇദ്ദേഹത്തെ കാണണം. ഇവിടെ പറഞ്ഞു, ഇദ്ദേഹം ഒരു സന്യാസം, വ്യവസ്ഥാപിത സന്യാസ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സന്യാസ രീതിയിലൂടെ ജീവിക്കുകയും എന്നാൽ സന്യാസിയായിട്ട് ജീവിക്കുകയും ചെയ്തു. ഗുരു നിത്യചൈതന്യത്തെ കുറിച്ച് വായിക്കുമ്പോൾ ഇദ്ദേഹം ഒരു സന്യാസിയായിരുന്നു, ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു, ഒരു സാമൂഹിക പരിഷ്കരണ ചിന്തകളുള്ള മനുഷ്യനായിരുന്നു, ഒരു സാഹിത്യകാരനായിരുന്നു. നല്ല നല്ല നിരൂപണങ്ങളിലൂടെ സാഹിത്യത്തില് ഒത്തിരി സംഭാവനകൾ ചെയ്തിട്ടുള്ള സാഹിത്യകാരന്മാരുമൊക്കെ ആയിട്ട് നിരന്തരം ബന്ധം പുലർത്തിയിരുന്ന ഒരു സാഹിത്യ ലോകത്തിന് പരിചിതനായ വ്യക്തിയാണ്. അതോടൊപ്പം മനഃശാസ്ത്രജ്ഞനായിരുന്നു. മനഃശാസ്ത്ര ലോകത്ത് അതുമായിട്ട് ബന്ധ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്ത ഒരു ബുദ്ധിജീവിയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹം അതിനപ്പുറം ഒരു സാധാരണക്കാരനായിരുന്നു. ഇത്രയും അഗാധമായ പാണ്ഡിത്യത്തിന്റെ ബുദ്ധിജീവി തലങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെയും സാധാരണക്കാരുമായി നിരന്തരം എഴുത്തുകളിലൂടെ സമ്പർക്കം പുലർത്തിയിരുന്നു ഇദ്ദേഹമെന്ന് അത് ഗുരുവിന്റെ ആ ജീവചരിത്രം നമ്മൾ മനസ്സിലാക്കി പോകുമ്പോൾ നമ്മൾ കാണുന്നത്. ഇത്രയും ഭൗതികതയുടെ ഔന്നിത്യത്തില് ആ മേഖലകളിൽ നിൽക്കുമ്പോഴും അവിടെ താഴെയുള്ള സാധാരണക്കാരുമായിട്ട് പോലും എഴുത്തുകളിലൂടെ ആ ഒരു സഹവർത്തിത്വം പുലർത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവാകുക, അല്ലെങ്കിൽ ശ്രീനാരായണീ ദർശനങ്ങളെ ഒരേ സമയം ബുദ്ധിജീവി ലോകത്തിലും സാധാരണക്കാരുടെ ഇടയിലും ഈ ശ്രീനാരായണ ദർശനങ്ങളെ പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം വിദേശത്ത് പോയിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ശിവഗിരിയിൽ കൊടുത്തൊരു സ്വീകരണത്തെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സ്വീകരണം കൊടുക്കാനുണ്ടായ കാരണം ഇതാണ്. ഇദ്ദേഹം പശ്ചാത്യ ലോകത്തൊക്കെ പോയിട്ട് ശ്രീനാരായണ ഗുരു ദർശനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അതിന്റെ വലിയ ഔന്നത്യത്തിൽ അന്ന് ആശ്രമത്തിലുണ്ടായിരുന്നവരെല്ലാവരും കൂടി അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കുക. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് പറയുക: ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയതാണ്, അല്ലാണ്ട് ഞാൻ ഈ ശ്രീനാരായണ ദർശനങ്ങൾ പ്രസംഗിക്കാൻ പോയതെങ്ങുമല്ല. ഞാൻ പക്ഷെ അവരോട് മനുഷ്യ സ്നേഹത്തെ കുറിച്ച് ഗുരു പറഞ്ഞത് പറഞ്ഞു കൊടുത്തു, മനുഷ്യരെ കുറിച്ച്, മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഗുരു പറഞ്ഞത് പറഞ്ഞു കൊടുത്തു, അല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കടന്നുപോയൊരു വ്യക്തി. എല്ലാവരുമായിട്ട്, എല്ലാ മതവിഭാഗങ്ങളുമായിട്ട്, എല്ലാ സമൂഹങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നൊരു വ്യക്തി. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചു, ഗുരു നിത്യചൈതന്യയുടെ പ്രസക്തി എന്താണ്? പണ്ടെങ്ങുമില്ലാത്ത വിധം ഭാരതത്തിലും കേരളത്തിലും സമുദായങ്ങളും സംസ്കാരങ്ങളും ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് പോലെ വേർതിരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക. ആ കാലഘട്ടത്തില് ശ്രീനാരായണ ദർശനങ്ങളോടൊപ്പം ആ ദർശനങ്ങളുടെ പ്രചാരകനായ ഗുരു നിത്യചൈതന്യയുടെ ആശയങ്ങൾക്കുള്ള പ്രസക്തി എവിടെയാണ്? അദ്ദേഹം ഈ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകൾക്ക് അപ്പുറമുള്ള പരസ്പരമുള്ള സഹവർത്തിത്വത്തിനു വേണ്ടി സംസാരിച്ച വ്യക്തിയാണ്, അത് ജീവിച്ച വ്യക്തിയാണ്. ഇന്ന് പ്രകൃതി ദുരന്തങ്ങള് വേണ്ടി വരുന്നുണ്ട് ഈ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകൾ പൊട്ടിക്കപ്പെടാനായിട്ട്. അതുകൊണ്ട് ആശിക്കരുത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജീവിത മാതൃക ഉണ്ട്. പിന്നൊന്ന്, അതിന് കഴിയാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ അന്ത്യം വരെയും ജീവിതത്തിൻ്റെ അവസാനം വരെയും കർമ്മം ചെയ്ത് ജീവിക്കുക. ആ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമുക്ക്
എങ്ങനെ കർമ്മം ചെയ്യണം എന്നവിടെയും പറയുന്നുണ്ട്. അന്ത്യം വരെയും കർമ്മം ചെയ്തിങ് അസംഗനായിരിക്കുക. കർമ്മം ചെയ്യുക, അതിൽ ആസക്തിയില്ലാതിരിക്കുക. അതിൻ്റെ ഭവിഷ്യത്തുകളിലോ ഫലത്തിലോ ഒന്നും അധികം താല്പര്യമില്ലാതെ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വത്തെ അല്ലെങ്കിൽ കടമകളെ ഈശ്വര ബുദ്ധിയോടുകൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കടമകളെ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുക.